ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി, നല്ല സൂപ്പർ, നല്ല മഞ്ഞ കളറിൽ നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഈ ഒരു ഇലച്ചെടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചെടി മിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇതിൻ്റെ ഇത്രയും നല്ല മഞ്ഞപ്പിൽ കാണാൻ കഴിയുന്നത് നമ്മൾ നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ. അപ്പോൾ മഴ സമയത്തൊക്കെ ഇതിൻ്റെ കളർ കുറയും. അതുപോലെ തന്നെ ഇപ്പോഴും നല്ല ചൂട് കാലാവസ്ഥയും അതുപോലെ തന്നെയാണ് ഇത് നട്ടേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ല രീതിക്ക് വൈകുന്നത് വരെ വെയിൽ തട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലച്ചെടിക്ക് നല്ല ഭംഗിക്ക് നല്ല മഞ്ഞ കളറിൽ തന്നെ നിൽക്കും. ഇത് നേരിട്ട് കാണാനാണെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ. റോട്ടിൽ പോകുന്നവരും വണ്ടിയിൽ പോകുന്നവരും എല്ലാം ഇത് നോക്കിക്കൊണ്ട് പോകും. അതുപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണിത്. ഈ ഒരു ചെടിയുടെ കളർ കണ്ട് ഞാനും ഒരുപാട് ഇതിൽ നിന്ന് കമ്പുകൾ ഒടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ വീട്ടിലെന്ന് പറയുന്നത് ഇത്രയും നല്ല രീതിക്ക് വെയിൽ അധികം ഏൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ ചെടിയൊക്കൊന്നും ഇത്രയും കളറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ അവിടെ നല്ല രീതിക്ക് നല്ല മഞ്ഞ കളറിൽ തന്നെ ഈ ഒരു ചെടി നിൽപ്പുണ്ട്. അപ്പോൾ ഇത് സാധാരണ വെയിലുള്ള സ്ഥലത്ത് നടുകയാണെങ്കിൽ ഇത്രയും നല്ല മഞ്ഞ രീതിക്ക് തന്നെ ഈ ഒരു ചെടിക്ക് ഇത്രയും കളർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ വീടാണ്. ഇവിടെ എൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മയും അച്ഛനും അനിയനും വൈഫും കുഞ്ഞുമാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ കല്ലൂസിൻ്റെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അതുവഴി വന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ അവിടുന്ന് അതേ സെയിം ചെടിയിൽ നിന്നും ഒടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വീട്ടിൽ നട്ടേക്കുന്നതാണ്. പക്ഷേ ഈ ഭാഗത്ത് ഒട്ടും തന്നെ വെയിൽ തട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ചെടിക്ക് ഈ ഒരു പച്ച കളറിൽ തന്നെ നിൽക്കുന്നത്. നല്ല വെയിലുള്ള സമയത്ത് ഞാൻ ഇതങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ഇലകളെല്ലാം കരിഞ്ഞ് നിൽക്കുന്നത്. കാരണം വെള്ളമൊന്നും കിട്ടാണ്ടിരുന്ന് ഇതിൻ്റെ ഇലകളൊക്കെ ഒരുവിധം കരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇത്തിരി മഴയൊക്കെ കിട്ടിയതുകൊണ്ടായിരിക്കാം അതിനൊത്തിരി ഒരു പച്ചപ്പുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വെയിൽ തട്ടുമ്പോഴും തട്ടാതിരിക്കുമ്പോഴും ഉള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്നും ഇനിയും ഒരു കമ്പൊടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഈ മുറ്റത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല വെയിലാണ്. പക്ഷേ നല്ല ഉണക്കാകുമ്പോൾ ഇവിടേക്ക് അങ്ങ് കൊട്ടൻ തറ പോലെയാവും. അപ്പോൾ വലിയ ചട്ടി വാങ്ങിച്ചിട്ട് അതിനകത്ത് നട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, കല്ലൂസിനൊക്കെ ഇത് നമ്മുടെ കുഞ്ഞിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിലൊന്നും പോകണ്ടല്ലോ. 2 പേർക്കും 2 പൂച്ചക്കുട്ടികൾക്കും ഇപ്പോൾ ഒരു സ്വസ്ഥതയില്ല. കാരണം ഇവരെപ്പോഴും അവരെ ശല്യം ചെയ്യലാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.